വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. ആർദ്ര മിസ് ആണ്. യെസ്, നമ്മുടെ സോഷ്യൽ സയൻസിലെ കോൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് റിവിഷനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട്, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒറ്റ വീഡിയോ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. കോൺഫ്രണ്ടിങ് മാർജിനലൈസേഷനിലെ ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? മാർജിനലൈസേഷനെ ചാലഞ്ച് ചെയ്യാണ്. എന്താണ് മാർജിനലൈസേഷൻ എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് മാർജിനലൈസേഷൻ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കോൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ എന്താണ്? കോൺഫ്രണ്ടിങ് എന്ന് പറഞ്ഞാൽ ചാലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുക അല്ലേ. മാർജിനലൈസേഷൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലേ, അതിനെ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ ത്രൂ ഔട്ട് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. യെസ്, സോ ആദ്യം തന്നെ എന്താണല്ലേ നമ്മൾ ഈക്വാലിറ്റി, ഇനീക്വാലിറ്റി ഇതിനൊക്കെ പറ്റി എന്ത് ചെയ്യാണ് പറഞ്ഞ് തുടങ്ങാൻ പോവാണ്. നമുക്കറിയാം ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലേ, കാസ്റ്റിൻ്റെ പേരിലോ ജെൻഡറിൻ്റെ പേരിലോ അല്ലെങ്കിൽ റിലീജിയൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തിനും സോഷ്യൽ സ്റ്റേറ്റസിൻ്റെ പേരിലൊക്കെ എന്ത് ചെയ്യാണ് ആളുകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ. ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാതെ ഇനീക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ ഇനീക്വാലിറ്റി ഉണ്ടെന്ന് പറയല്ലേ. അപ്പം ഞാനും നിങ്ങളും ഒരേപോലെ ഈക്വലായിട്ടല്ലേ, ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടാതെ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ക്രൈറ്റീരിയൻ്റെ ബേസിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് പേരല്ലെങ്കിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ത് ചെയ്യുകയാണ്, മാറ്റി നിർത്തപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അവിടെയാണ് ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ ദളിത് കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റി, ദെൻ കമ്മ്യൂണിറ്റീസ് ലൈക്ക് SC ST അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ, മൈനോറിറ്റി ഗ്രൂപ്പ്സ് ലൈക്ക് ഇസ്ലാംസ്. ഓരോ കൺട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇവരൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഇനീക്വാലിറ്റി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ളത്, എസ്പെഷ്യലി ഇൻ ഇന്ത്യ, ആൻഡ് ആരൊക്കെയാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് മാർജിനലൈസേഷനെ കോൺഫ്രണ്ട് ചെയ്തത്, ഓക്കെ, റെസിസ്റ്റ് ചെയ്തത്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. അതായത് മക്കളെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യ നമ്മുടെ കൺട്രിയാണ്. നമ്മുടെ കൺട്രിയിൽ എല്ലാ സിറ്റീസനും എന്താണ് എൻഷുർ ചെയ്യപ്പെടുന്നത്, നമുക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കേണ്ട റൈറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോർ അവർ ഡെമോക്രാറ്റിക് സൊസൈറ്റി അല്ലെ. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ സെറ്റ് ഓഫ് അല്ലെ റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ പീപ്പിളിൽ അല്ലെ. യെസ്, മാർജിനലൈസ്ഡ് പീപ്പിൾ ഹാവ് ഡ്രോൺ ഓൺ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ 2 ways. ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്താണ് ഒരു സ്പെഷ്യൽ പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവരെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ഓക്കെ, അവർ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാലേ അവിടെ ഒരു ഈക്വൽ സൊസൈറ്റി ഉണ്ടാവുള്ളൂ അല്ലേ, അവർക്ക് ജസ്റ്റിസ് കിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് മൈനോറിറ്റി റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ യെസ്, ബൈ സ്പീക്കിംഗ് ഓഫ് ദിയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദേ ഹാവ് ഫോഴ്സ്ഡ് ദ ഗവൺമെൻറ് ടു അഡ്മിറ്റ് ദ ഇൻജസ്റ്റിസ് ഡൺ ടു ദം. അതായത് നമ്മളെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് കാലം മുന്നേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്മ്യൂണിറ്റീസ്, ദളിത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, SC ST കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ആദിവാസി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ലൈക്ക് ക്രിസ്ത്യൻ, ഇസ്ലാം ഒക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരുപാട് ഇൻജസ്റ്റിസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഡിഡ്ന്റ് സ്റ്റോപ്പ് ദെയർ and insisted the government are these law. ഓക്കെ, ആൻഡ് അവർ എന്ത് ചെയ്തിട്ടുണ്ടല്ല, ആ ഒരു പ്രൊട്ടസ്റ്റിൽ അവർ ഒതുക്കി നിർത്തിയില്ല. കൃത്യമായിട്ടല്ലേ അംബേദ്കറിനെ പോലെയുള്ള ഒരുപാടല്ലേ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്തത്, ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ അല്ലെ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻക്ലൂഡ് ചെയ്തത്. കുറേ റൈറ്റ്സ്, എന്തൊക്കെയാണ് ആ റൈറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളുണ്ട്. ഓരോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓരോ ഏരിയയിൽ ഓരോ കാര്യങ്ങളെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, ഇറ്റ് അബോളിഷസ് അൺടച്ചബിലിറ്റി അല്ലേ. അൺടച്ചബിലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളത് യെസ് നമ്മുടെ ഒരു പൗരൻ്റെ, നമ്മുടെ സിറ്റിസൻ്റെ, ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, ഒരാളെ അൺടച്ചബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ്, വൻ പ്രശ്നമാകും. ഓക്കെ, അതായത് അൺടച്ചബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ മുന്നേ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഈവിൾ കസ്റ്റമായിരുന്നു അല്ലേ. ലോവർ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്പർ കാസ്റ്റിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല അല്ലെ, അവരുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല, അവരുടെ കൂടെ പഠിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല അല്ലെ. അങ്ങനത്തെ ഒരു വൃത്തികെട്ട കസ്റ്റമായിരുന്നു യെസ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, എന്തിനാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആഡ് ചെയ്തത്?
Yes, no one can prevent Dalit or any citizen from enjoying provisions of entering temples, attaining education, accessing public facilities. അതായത് അൺടച്ചബിലിറ്റി എടുത്തു കളഞ്ഞതോടെ തന്നെ എന്താണ് ദളിറ്റ്സ് അല്ലെങ്കിൽ SC ST കമ്മ്യൂണിറ്റീസ്, അതായത് ലോവർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടല്ലേ. അങ്ങനത്തെ കാസ്റ്റ് ലോവർ കാസ്റ്റ് ഉണ്ടോ? ഏതെങ്കിലും കാസ്റ്റ് ലോവർ ആണോ അല്ലെങ്കിൽ അപ്പർ ആണോ? അല്ലേ, ഇത് നമ്മുടെ സൊസൈറ്റി കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും എന്ത് ചെയ്യരുത്, യെസ് ഇനീക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു തോട്ടിൻ്റെ പുറമെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആരും എന്ത് ചെയ്യാൻ പാടില്ല, അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം, ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ, ഓക്കെ, നമ്മുടെ കൺട്രിയിൽ. യെസ്, ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് അഫേംസ് ദാറ്റ് നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ബി ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് റേസ്, കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് എല്ലാവരും ഈക്വൽ ആണല്ലേ, ഈക്വാലിറ്റി ആണ്. ഓക്കെ, റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. അതായത് ഒന്നിന്റെ പേരിൽ അല്ലേ ആരും എന്ത് ചെയ്യപ്പെടാൻ പാടില്ല, കാസ്റ്റിന്റെ പേരിലായിക്കോട്ടെ, റേസിന്റെ പേരിലായിക്കോട്ടെ, ജെൻഡറിന്റെ പേരിലായിക്കോട്ടെ, റിലീജിയന്റെ പേരിലായിക്കോട്ടെ, ആരും എന്ത് ചെയ്യപ്പെടാൻ പാടില്ല, അൺഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഓക്കെ, അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദളിത് യൂസ്ഡ് ഇറ്റ് ടു ഗെറ്റ് ഈക്വാലിറ്റി ഇൻ ഏരിയാസ് വേർ ദേ വർ ഡിനൈഡ്. അതായത് മിക്കപ്പോഴും അല്ലെ ദളിത് റൈറ്റ്സ് അല്ലെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റുകൾ എപ്പോഴും അവർ എന്ത് ചെയ്യുന്നത്, നോട്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമാണ് ആർട്ടിക്കിൾ 15 കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? യെസ്, ഇതിൻ്റെ ഒന്നും പേരിലല്ലേ, ഒന്നിൻ്റെ പേരിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അവരെപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ്? യെസ്, എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ഈക്വലാണ്. ഓക്കെ, ആക്ച്വലി നമ്മളെല്ലാവരും ഈക്വലായിട്ടാണ് നമ്മൾ ലോ കാണുന്നത്. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോഴും എന്താണ്, യെസ്, ദളിറ്റ്സ് പോലെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, ഇനി ലോ ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, അതായത് യെസ് സർട്ടൻ ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, സർട്ടൻ ലോസ് ആൻഡ് പോളിസീസ് നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു അപ്ലിപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ദ ഗവൺമെന്റ് പ്രൊവൈഡ് ഫ്രീ ഹോസ്റ്റൽസ് അല്ലേ. ചില ഹോസ്റ്റൽസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു SC ST കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ഹോസ്റ്റൽസ് ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല ഒരുപാട് സ്കോളർഷിപ്സും അല്ലെ റിസർവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസർവേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ട്, വിച്ച് ആർ ബേസ്ഡ് റിസർവേഷൻ laws അല്ലേ, which are based on education and employment for Adivasis and Dalit to give them equal opportunities. എന്തുകൊണ്ടാണ് റിസർവേഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് അല്ലെ, ഓരോ പൊസിഷനിലേക്കും ഇവരുടെ ഒരു റെപ്രസെന്റേഷൻ വരുന്നത്. ഈ റിസർവേഷൻ അല്ലെങ്കിൽ ഇത്ര പോലും ഉണ്ടാവില്ല. റിസർവേഷൻ ഉണ്ടായിട്ടും ഇവരുടെ റെപ്രസെന്റേഷൻ കുറവാണ്. ഓക്കെ, കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആദിവാസി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ദളിത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, SC ST കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇവർക്ക് കൃത്യമായിട്ട് എല്ലാ സെക്ടറിലും, ഗവൺമെന്റ് സെക്ടർ ആയിക്കോട്ടെ, ഏത് സെക്ടർ ആയിക്കോട്ടെ, ഓക്കെ, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, എല്ലായിടത്തും എഡ്യൂക്കേഷനിലും ജോബിലും അല്ലേ എന്താണ്, യെസ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി അവർ റെപ്രസെന്റ് ചെയ്യപ്പെടാൻ വേണ്ടി അല്ലേ, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലായിക്കോട്ടെ, പോളിസി മേക്കിങ്ങിലായിക്കോട്ടെ, എല്ലാത്തിലും അവർ റെപ്രസെന്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, യെസ്, ആൻഡ് അത് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. യെസ്, ആൻഡ് പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ദളിറ്റ്സ് ആൻഡ് ആദിവാസീസ്. നമുക്കറിയാം അവർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ദളിറ്റ്സ് ആൻഡ് ആദിവാസി കമ്മ്യൂണിറ്റീസ് അല്ലേ. അതർ ദാൻ പോളിസീസ് അവർ കൺട്രി പ്രൊവൈഡ് സ്പെസിഫിക് ലോ അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതായത് ഒരുപാട് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് പുറമെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ ഡിസ്ക്രിമിനേഷൻ അല്ലെ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, ഒരുപാട് ലോസ് അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ആൻഡ് ഇതിൽ നമ്മൾ ചാപ്റ്ററിൽ സ്റ്റോറി ഓഫ് രത്നം ഒക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണല്ലേ പ്രൊട്ടസ്റ്റ് ചെയ്തത്, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ഒറ്റയ്ക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തത്, ആൻഡ് എങ്ങനെയാണല്ലേ അത്രയും ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ രത്നത്തിൻ്റെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ടേം ദളിത്, ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമായിരിക്കും. ദ ടേം ദളിത് വിച്ച് മീൻസ് ബ്രോക്കൺ. ഓക്കെ, പണ്ടെന്ന് പറയുന്നത് ബ്രോക്കൺ എന്നുള്ള ഒരു വേർഡ് എന്നായിരുന്നു, അല്ലെങ്കിൽ ദളിത് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈസ് യൂസ്ഡ് ഡെലിബറേറ്റ്ലി ആൻഡ് ആക്റ്റീവ്ലി ബൈ ഗ്രൂപ്പ്സ് ടു ഹൈലൈറ്റ് ദ സെഞ്ചുറീസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് വിത്തിൻ ദ കാസ്റ്റ് സിസ്റ്റം. അതായത് ദളിത് എന്ന് പറയുന്നത് നമ്മളെ കാസ്റ്റ് സിസ്റ്റത്തിൽ തന്നെ ഇത്രയും ലോവർ കാസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെ ബ്രോക്കൺ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ദളിത് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവൻ ഒരുപാട് പോയറ്റ്സും റൈറ്റേഴ്സും ഒക്കെ ഇതിനെപ്പറ്റി എന്ത് ചെയ്തിട്ടുണ്ടായി, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ദ പോയം ബിലോ റിട്ടൺ ബൈ
സോറാബായി. ഓക്കെ, സോറാബായി എന്ന് പറയുന്നത് ദ വൈഫ് ഓഫ് ദ വെൽ നോൺ ഭക്തി പോയറ്റ് ചോക്കമേല ഫ്രം 14th century മഹാരാഷ്ട്രയിലുള്ള ചോക്കമേല എന്ന് പറയുന്ന ഒരു പോയറ്റിന്റെ വൈഫാണ് സൊറാബായ്. സൊറാബായ് എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഈ ഒരു മഹർ കാസ്റ്റ് അല്ലേ, അവിടെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അൺടച്ചബിലിറ്റിനെ പറ്റിയൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടായി. സൊറാബായി മാത്രമല്ല വേറെയും ഒരുപാട് പോയറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, കബീർ അല്ലേ, കബീറും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു റിലീജിയൻ തന്നെ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് അവിടെ വരുന്ന ഡിസ്ക്രിമിനേഷൻ ആൻഡ് അവിടെ വരുന്ന അൺടച്ചബിലിറ്റി കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മളെല്ലാവരും ഈക്വൽ ആണ്, പക്ഷെ നമ്മൾ എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നുണ്ട്, ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കബീറിനെ പോലെയുള്ള ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, അവരുടെ പോയത്തിലൂടെ യെസ് കൺവേ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. കറക്റ്റായിട്ട് ആ പോയത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാമല്ലേ, എന്ത് ഭംഗിയായിട്ടാണല്ലേ അല്ലേ. യെസ്, ആ പോയറ്റിക് ടേംസും ഡിവൈസസും ഒക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് യെസ് ഓരോ പോയറ്റും എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ആൻഡ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അതായത് 1989 നമ്മുടെ ഗവൺമെൻറ് ഒരു ആക്ട് കൊണ്ടുവന്നു. എന്താ അതിൻ്റെ പേര്? യെസ്, ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അല്ലേ. അതായത് ഇവരുടെ യെസ് SC/ST കമ്മ്യൂണിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ആക്ടാണ്. ഓക്കെ, ദിസ് ആക്ട് വാസ് എൻഫോഴ്സ്ഡ് ടു റെസ്പോണ്ട് ടു ദ ഡിമാൻഡ്സ് put forward by the Adivasis and Dalit, and that the government must seriously look into the grave issues of humiliation. അതായത് ഇവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലേ, ഇവരെന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തു ആൻഡ് ഇവർ ഇഷ്യൂസ് എന്ത് ചെയ്തു? അഡ്രസ്സ് ചെയ്തു. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല അവരെന്ത് ചെയ്തു? ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്തു അവരുടെ ഹ്യൂമിലിയേഷന് യെസ് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അവർ ഫേസ് ചെയ്യുന്ന ഹ്യൂമിലിയേഷൻ സ്റ്റോപ്പ് ചെയ്യണം, ഇതിനൊരു യെസ് നടപടി എടുക്കണമെന്ന് ഡിമാൻഡ് ചെയ്തു. ഓക്കെ, ദ ദളിത് കമ്മ്യൂണിറ്റീസ് ഡിമാൻഡഡ് ന്യൂ ലോസ് ഫോർ ദ വയലൻസ് ദേ ഹാഡ് ബീൻ ഫേസിങ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നാളായിട്ട് അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സോഷ്യൽ കണ്ടീഷൻ അല്ലേ, യെസ് അവർ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു വ്യൂസും കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇത്രയും നാളായിട്ട് അവർ ഫേസ് ചെയ്യുന്ന അല്ലേ യെസ് ഈ ഒരു വയലൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു? യെസ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തു. ആരൊക്കെയാണ് ഡിമാൻഡ് ചെയ്തത്? ദളിത് കമ്മ്യൂണിറ്റീസ് അല്ലേ ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അതായത് SC/ST കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ബിറ്റ്വീൻ 1970 to 1980 ഓക്കെ ആദിവാസി കമ്മ്യൂണിറ്റീസ് ഓൾസോ ഓർഗനൈസ്ഡ് ആൻഡ് ഡിമാൻഡഡ് ഈക്വൽ റൈറ്റ്സ് ഫോർ ദിയർ ലാൻഡ് ആൻഡ് അതർ റിസോഴ്സസ് ടു ബി റിട്ടേൺ ടു ദം. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ലാൻഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി അവരാണ് നമ്മുടെ ലാൻഡിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്തു. ദേ ഹാഡ് ടു വിത്ത്സ്റ്റാൻഡ് ദ ആങ്കർ ആൻഡ് വയലൻസ് ഓഫ് അതർ പവർഫുൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. വേറെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് മാത്രമല്ല വേറെ ഒരുപാടല്ലേ റിച്ച് എലൈറ്റ് ക്ലാസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആർക്ക്? ദളിത് കമ്മ്യൂണിറ്റീസിൻ്റെ അടുത്ത്. ഓക്കെ, ദളിത് കമ്മ്യൂണിറ്റീസിന്. ഓക്കെ, ആൻഡ് ഈ ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡഡ് ദ ഫോളോയിങ് തിങ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ക്രൈംസ് ദാറ്റ് ആർ ടു ഹോറൻഡസ് ടു ഈവൻ കോണ്ടംപ്ലേറ്റ്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല അവർ ഒരുപാടല്ലേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര, ഈവൻ നമ്മുടെ രോഹിത് ഫാമിലിയൊക്കെ ഫേസ് ചെയ്തതല്ലേ ദളിതാണെന്ന് പറഞ്ഞ് അത്രയും വളരെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലൊക്കെ അല്ലെ, കളറിൻ്റെ പേരിലും അല്ലെ കാസ്റ്റിൻ്റെ പേരിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ വൃത്തികെട്ട ചിന്താഗതിയാണല്ലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് അല്ലേ. ഇക്കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആര് ഡിമാൻഡ് ചെയ്തു? യെസ്, ദളിത്സ് ഡിമാൻഡ് ചെയ്തു. ഓക്കെ, ആൻഡ് ദിസ് ആക്ട് നോട്ട് ഓൺലി ഡിസ്ക്രൈബ്സ് ഹൊറിഫൈങ് ക്രൈംസ് ബട്ട് ഓൾസോ ടെൽസ് പീപ്പിൾ ഓൾ ദ ഡ്രെഡ്ഫുൾ ഡീഡ്സ് ഹ്യൂമൻ ബീയിങ് ക്യാൻ ഡു, ആൻഡ് ദീസ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ആൻഡ് മോറൽ ഹ്യൂമിലിയേഷൻ ബൈ ഫോഴ്സിങ് എ മെമ്പർ ഓഫ് ST/SC കമ്മ്യൂണിറ്റി ടു ഈറ്റ് ഓർ ഡ്രിങ്ക് എ ടോക്സിക് തിങ് അല്ലേ. അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലേ. നമ്മളെന്താണ് ആ ടോയ്ലറ്റിൽ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അതെന്ന് പറയുന്നത് അവൻ്റെ കളറിൻ്റെ പേരിലായിരുന്നു. ഇത് നേരെ കാസ്റ്റിൻ്റെ പേരിൽ സഫർ ചെയ്ത ഒരുപാട് പേരുണ്ട്. രോഹിത് വെമുലനെ പോലെയൊക്കെ സഫർ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള SC/ST കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ക്വേർഡ് അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അതിൽ ബിലോങ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചാൽ, ഓക്കെ, ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേറ്റിംഗ് ആക്ട് ഉണ്ടായാൽ അവർക്കെതിരെ നല്ല പണിഷ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, യെസ്. ആൻഡ് സ്റ്റോറി ഓഫ് മാനുവൽ സ്കാവഞ്ചിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. സ്കാവഞ്ചേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലേ ആ ഒരു ഇഷ്യൂ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. യെസ്, എന്താണ്? ദെൻ ആദിവാസി ഡിമാൻഡ് ആക്ട് ആണ് നമുക്ക് യെസ് പഠിക്കാനുള്ളത്. ആദിവാസി ഡിമാൻഡ്സ് ആൻഡ് ദ ആക്ട് ഓഫ് 1989. ഓക്കെ,
യെസ്, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഓക്കെ ഇതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നും കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. സി കെ ജാനു പോലെയുള്ള ആദിവാസി ആക്ടിവിസ്റ്റുകളൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 1989 ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക, എന്താണ് മാർജിനലൈസേഷൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, അണ്ടർസ്റ്റാൻഡിങ് മാർജിനലൈസേഷൻ പഠിച്ചാൽ മാത്രമേ ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് റിവിഷൻ കണ്ടിട്ട് കാര്യമുള്ളൂ. കാരണം മാർജിനലൈസേഷൻ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല, ഓക്കെ, മനസ്സിലാക്കാൻ പറ്റില്ല. സോ റെസിസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്, മെയിനായിട്ട് ദളിറ്റ്സ് അല്ലെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലേ. യെസ്, ഒന്നുകൊണ്ട് പറഞ്ഞുതരാം. എന്തുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. യെസ്, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ദെൻ സ്പെഷ്യൽ ലോസ് ഉണ്ട് അല്ലേ, സ്പെഷ്യൽ ലോസ് ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല ഒരുപാട് റിസർവേഷൻ ഉണ്ടല്ലേ, റിസർവേഷൻ ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, ദെൻ ഹോസ്റ്റൽസ് ഉണ്ട് അല്ലേ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളല്ലേ. ആൻഡ് ഒരുപാട് എന്താണ് സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ അതിലെടുത്ത് പറയേണ്ടത് പോയറ്റ്സ് ആണ്. സോറാബായ്, കബീർ പോലെയുള്ള മെയിൻ ആയിട്ടുള്ള പോയറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, റൈറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് യെസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ സിമ്പിളായിട്ട് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് മക്കളെ. നിങ്ങൾ ഈ കീ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കുഞ്ഞു കാര്യം തന്നെ, ഈ കോർ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ നല്ല സെറ്റാക്കി പഠിച്ചു. ഓക്കെ, അപ്പോൾ മക്കളെ അടുത്തൊരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് റിവിഷനായിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.